ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോണതേ ഒരു ബനാന മാംഗോ സ്മൂത്തിയാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ബനാന കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടും മറ്റൊരു പോർഷൻ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം മാങ്ങ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ബനാന ഹാഫ് പോർഷൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഏത് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ നമുക്ക് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിനെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയുടെ പീസസ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മാങ്ങയുടെ പീസസും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ കുറച്ച് പോർഷൻസ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് രണ്ടും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ ഞാൻ മിൽക്കിൽ ഓൾറെഡി ചിയ സീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. സെയിം ഇതേപോലെ തന്നെ വീണ്ടും ഒരു ലെയറും കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് ഒഴിച്ചു. അതിന് മേലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന, മാംഗോ ഇതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചിയ സീഡ്സും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് ബദാമും ഒക്കെ കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ചെറിയ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ റെസിപ്പീസ് കൂടുതലായിട്ടും ഇടുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു വെറൈറ്റി ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.